ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഇത് നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം. ഉള്ളി നല്ലോണം വാടണം. ഇതൊരു പുതിയ പലഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ. കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്നേ. ചപ്പാത്തി ഉണ്ടാക്കിയപ്പം ചപ്പാത്തിയും പുട്ട് ഇതെല്ലാം കൂടെ ആയപ്പോൾ ചപ്പാത്തി കുറച്ച് ബാക്കി വന്നു. ആ ചപ്പാത്തി നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഉള്ളിയും തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടി വാട്ടിയിട്ട് ഇനി തക്കാളി നല്ലോണം വാടണം. ചപ്പാത്തി അരിഞ്ഞു വെച്ചതാണ് പൊടിയായിട്ട്. ഇത് നല്ല സ്വാദുള്ള പലഹാരം കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. ഇപ്പോഴല്ല, കുറേ മുമ്പ്. ഇപ്പോൾ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. ഇപ്പോൾ കുറേ കാലം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൽ ക്യാപ്സിക്കം ഒക്കെ ചേർക്കട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാ സാധനവും ചേരും. ഒന്നുള്ള മഞ്ഞപ്പൊടി, നല്ലോണം വാടിയാലേ ടേസ്റ്റുള്ളൂ.
അലുത്ത് ചേരണം തക്കാളി ഇതിലേക്ക്. വെന്തിട്ട് ഈ തക്കാളി അലുത്തി ചേരണം. ഇതിപ്പോൾ മുഴുവന്ന് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. കണ്ടോ? ചേർന്ന് നമുക്കറിയാൻ പറ്റും. കണ്ടോ? നല്ലൊരു കൊഴുപ്പ് പോലെ. കണ്ടോ? ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇടാം. നമ്മുടെ ചപ്പാത്തി ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്. കണ്ടോ? ഇനി ഇത് നമുക്ക് ഇതിലേക്കിടാം. ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതൊന്നും ഇട്ടാൽ രസം ഉണ്ടാവില്ല. മുളക് പൊടിയൊന്നും ഇടുമ്പോൾ അതൊന്നും ഇല്ലാതെ പച്ചമുളക് ഇടുമ്പോഴാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇളക്കാൻ നമുക്കിതെടുക്കാം. എന്താ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചപ്പാത്തി ബാക്കി വന്നാൽ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ. നല്ല സ്വാദുള്ള ഒരു ചപ്പാത്തിയും കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കുന്നത് നല്ല രസമാണ്. ഇതിനെന്ത് പേരാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇതിന് പേരിട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനൊരു പേരിടുക കേട്ടോ. ഞാനങ്ങനെ ചപ്പാത്തി ഫ്രൈ ആക്കിയത് എന്നൊക്കെ ഞാൻ പറയുക. അതെ, ഉപ്പുമാവ് ചപ്പാത്തി ഉപ്പുമാവ് പോലെ നമ്മളുണ്ടാക്കുന്നത്. ഇട്ട് വറുത്തിടുക. അപ്പം ഞാൻ വേറെ ഒന്നുമില്ല, ഇത്രയും തന്നെ ഉള്ളൂ. ഇതേ ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ ചപ്പാത്തി ഉള്ളപ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ടേസ്റ്റ് അറിയിക്കുക. നല്ല സൂപ്പർ സ്വാദാണ് ഇതിന്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ സ്വാദുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു തുള്ളി കുരുമുളക് പൊടിയും കൂടി ഇടാം. ഒരു സ്പൂണിൻ്റെ അറ്റത്തൊരിത്തിരി ഇട്ടിട്ട് ഇങ്ങനെ വെതറിയാൽ മതി കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഇതിന് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ഇടണം. അടുത്തൊരു വീഡിയോ കാണാം. നമുക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.